ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിഫ്റ്റി വീണ്ടും ഒരു പുതിയ ഹൈ റെക്കോർഡ് ഹിറ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ സെൻസെക്സും ഒരു പക്ഷേ ഇന്ന് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ്. ഗ്ലോബൽ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഹ്യൂജ് റാലിയാണ് അമേരിക്കയിൽ, ജർമ്മനിയിൽ, ജപ്പാനിൽ, ഓൾമോസ്റ്റ് എല്ലാ ഗ്ലോബൽ മാർക്കറ്റുകളിലും ഇന്നലെ ഹ്യൂജ് റാലിയാണ് ഉണ്ടായിട്ടുള്ളത്. ഡൗ ജോൺസ് ഇൻഡെക്സ്, S&P 500, നാസ്ഡാക്ക് കോമ്പോസിറ്റ് ഇൻഡെക്സ്, നാസ്ഡാക്ക് 100 ഇൻഡെക്സ്, ഇതൊക്കെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത ദിവസമാണ് ഇന്നലെ. അതോടൊപ്പം തന്നെ യൂറോപ്പിലെ ഒട്ടുമിക്കവാറും മാർക്കറ്റുകളും പുതിയ റെക്കോർഡ് ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഇന്നലെ നമ്മുടെ നിഫ്റ്റി റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് മാത്രമാണ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാത്തത്. പക്ഷെ അത് ഇന്ന് നമ്മൾ സെൻസെക്സും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ്. ജാപ്പനീസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ 34 വർഷത്തിന് ശേഷമാണ് ജാപ്പനീസ് മാർക്കറ്റ് ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. 39,175 ജാപ്പനീസ് നിക്കായ് 225 ഇന്നലെ ഹിറ്റ് ചെയ്തത്. 1989 ഡിസംബർ 29 ഇതിനു മുമ്പ് നിഫ്റ്റി 38,957.44 റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തത്. ഇന്നലെയാണ് ജാപ്പനീസ് മാർക്കറ്റ് ഈ റെക്കോർഡ് ഹൈ ക്രോസ് ചെയ്തത്. വളരെ പോസിറ്റീവാണ്. ജാപ്പനീസ് മാർക്കറ്റിൻ്റെ ഓവറോൾ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ജാപ്പനീസ് മാർക്കറ്റിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ താഴെയാണ്. 37% സ്റ്റോക്കുകളും ബിലോ ബുക്ക് വാല്യൂ ആണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവ് ന്യൂസാണ്. ജാപ്പനീസ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് 2023 മുതൽ തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിലാണ് മുന്നോട്ട് ഇറങ്ങിയിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഈ എല്ലാ ഇൻഫർമേഷനും അതാത് ദിവസങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പാസ് ഓൺ ചെയ്തതാണ്. ജാപ്പനീസ് നിക്കായ് 225 വലിയ രീതിയിൽ വീണ്ടും മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷനാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ടയോട്ട ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കമ്പനിയാണ്. ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് 1.5 ടൈംസ് പ്രൈസ് ടു ബുക്ക് വാല്യൂവിലാണ്. ഇന്ത്യയിലത്തെ ഒരു ടാറ്റ മോട്ടർ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 9 ടൈംസ് ഒക്കെയാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ. അപ്പോൾ തീർച്ചയായിട്ടും ജാപ്പനീസ് സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. ഓവർസീസ് ഇൻവെസ്റ്റേഴ്സ് പ്രത്യേകിച്ച് NRIs ജാപ്പനീസ് സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടയോട്ട സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നല്ല NVIDIA, നമ്മൾ ഇന്നലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു NVIDIA ആണ് റാലി ചെയ്യാൻ പോകുന്നത്. എക്സലൻറ്റ് Q4 റിസൾട്ടുകളും ഗൈഡൻസ് ആണ് വന്നിരുന്നത്. NVIDIA ഇന്നലെ പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. അറൗണ്ട് $2 ട്രില്യൺ $1.93 ട്രില്യൺ ഇന്നലെ NVIDIAയുടെ മാർക്കറ്റ് ക്യാപ്പ് എൻഡ് ചെയ്തിട്ടുള്ളത്. മിക്കവാറും ഇന്ന് $2 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് ക്രോസ് ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ മെറ്റാ പ്ലാറ്റ്ഫോം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സിംഗിൾ ഡേ $197 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഗെയിൻ ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ NVIDIA റെക്കോർഡും മറികടന്നിരിക്കുകയാണ്. NVIDIA ഇന്നലെ $277 ബില്യൺ ആണ് ഒരു സിംഗിൾ ഡേ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. വലിയ ഒരു റാലിയാണ് NVIDIA സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. അറൗണ്ട് $800 പെർ ഷെയറിന് അടുത്താണ് NVIDIAയുടെ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പല സ്റ്റോക്കുകളിലും പുതിയ റെക്കോർഡ് ഹൈ ആണ് അമേരിക്കയിൽ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. ഡൗ ജോൺസ് 456.87 റെക്കോർഡ് ക്ലോസിംഗ് ആണ്. അതുപോലെ തന്നെ S&P 500 5087.03 റെക്കോർഡ് ക്ലോസിംഗ് ആണ്. നാസ്ഡാക്ക് വീണ്ടും 16,041.62 റെക്കോർഡ് ക്ലോസിംഗ് ആണ്. നാസ്ഡാക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സുകളും റെക്കോർഡ് ക്ലോസിംഗ് ആണ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചേഴ്സ് സ്ലൈറ്റ്ലി വീക്കാണ്. ഇന്നലത്തെ റാലിക്ക് ശേഷമുള്ള മൈനർ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്നലെ നോക്കുകയാണെങ്കിൽ 14.54 ക്ലോസ് ചെയ്തത്. മിനിഞ്ഞാന്ന് 15.34 S&P 500 വിക്സ്. അപ്പോൾ ഇതും സൂചിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെ തന്നെയാണ്. ഒപ്പം അമേരിക്കയിൽ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഡാറ്റകൾ, ജോബ്
ഗ്ലോബലസ് ഡാറ്റ ആണെങ്കിലും മറ്റ് ഡാറ്റകളാണെങ്കിലും എക്കണോമിക്ക് ഫേവറബിൾ ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അടുത്തൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷേ മാർക്കറ്റ് വളരെ ജൂബിലൻ മൂഡിലാണ്. ടെക്നോളജി റാലി തന്നെയാണ് അമേരിക്കയിൽ വലിയ രീതിയിൽ മുന്നേറ്റത്തിന് കാരണമാക്കിയിട്ടുള്ളത്. നമ്മൾ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ സ്ലൈറ്റ്ലി വീക്ക് ആയിട്ടാണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരുന്നത്. $230.7 പെർ ഔൺസിനാണ്. പക്ഷെ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്, $235 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. $83.44 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഇന്നലെ പല സ്റ്റോക്കുകളും നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ടോപ്പ് പിക്ക് വെരി വെരി സ്ട്രോങ് പിക്കായിരുന്നു. നമ്മൾ ലിസ്റ്റിംഗ് മുതൽ പറഞ്ഞിട്ടുള്ള ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ഇന്നലെ 300 ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഒരു പക്ഷേ റിലയൻസ് ഇൻഡസ്ട്രീസ് 3000 ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓവറോൾ നമ്മുടെ മാർക്കറ്റിലും വളരെ പോസിറ്റീവായിട്ടുള്ള സെൻറ്റിമെൻറ്റ് തന്നെയാണ് ഇന്നുള്ളത്. ഒപ്പം ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് നമ്മൾ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു, മോർണിംഗിലെ FDI റിഫോംസ് സ്പേസ് സ്പെക്ട്രൽ കൊണ്ടുവന്നിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻസ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ആ സെക്ടറിലുള്ള സ്റ്റോക്കുകളിൽ മുന്നേറാനാണ് ചാൻസസ് കൂടുതൽ. ഒപ്പം ഇന്നത്തെ മേജർ ന്യൂസ് എന്ന് പറയുന്നത് ഒലെക്ട്ര ഗ്രീൻ ടെക്കിന് 4000 കോടി രൂപ വരെ ഓർഡർ കിട്ടിയിരിക്കുകയാണ് BMC മുംബൈയിൽ നിന്നാണ്. 2400 ഇലക്ട്രിക് ബസ്സുകൾ മാനുഫാക്ചർ ചെയ്ത് അതിൻ്റെ മെയിൻ്റനൻസും കൂടിയാണ് അവർക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത്. വളരെ പോസിറ്റീവാണ്. നമ്മുടെ സ്ട്രോങ് പിക്കുകൾ ഒന്നായിരുന്നു ഒലെക്ട്ര. വീണ്ടും മുന്നേറാനുള്ള ചാൻസാണ് കാണുന്നത്. ടെക്സ്മാക്കോ റെയിൽ ഫെബ്രുവരി 27 ഫണ്ട് റേസിംഗ് പ്ലാനുകളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഗ്രാസിമിൻ്റെ പെയിൻറ്റ് ബിർള ഒപ്പസ് എന്നാണ് എൻ്റെ പെയിൻറ്റിൻ്റെ ബ്രാൻഡ് നെയിം. ഇവർ ആഡ് ചെയ്യാൻ പോകുന്ന 6 പ്ലാന്റുകളിൽ നിന്നായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന എക്സിസ്റ്റിംഗ് എൻറ്റയർ പെയിൻറ്റ് കപ്പാസിറ്റിയുടെ 40% ആണ്. അപ്പോൾ ഇന്ത്യയിലുള്ള പെയിൻറ്റ് കപ്പാസിറ്റിയുടെ അഡീഷണൽ 40% ആഡ് ചെയ്യണം. ഹ്യൂജ് കപ്പാസിറ്റി അഡീഷനാണ് വരുന്നത്. ഫസ്റ്റ് ഇയർ വലിയ ഗ്രോത്ത് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, പക്ഷേ പിന്നീടുള്ള വർഷങ്ങളിൽ വലിയ രീതിയിലുള്ള ഗ്രോത്തും മാർക്കറ്റ് ഷെയർ സെക്കൻഡ് പൊസിഷനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഗ്രാസിമിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. നമ്മൾ ഗ്രാസിം 1400 1500 ലെവലുള്ളപ്പോൾ ഈ എക്സ്പെക്റ്റേഷനിൽ ലോങ് ടൈമിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്കും കൂടിയാണ്. RK ഫോർജിങ്സ് മെക്സിക്കൻ പ്ലാന്റിലുള്ള പ്രൊഡക്ഷൻ അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓവർസീസ് പ്ലാന്റിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഓട്ടോമൊബൈൽ രംഗത്തും അതുപോലെ തന്നെ EV വെഹിക്കിൾ രംഗത്തൊക്കെ വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് RK ഫോർജിങ്ങിന് കൊടുക്കുന്നതാണ്. സലാസാർ ടെക്നോളജിക്ക് 174 കോടി രൂപ വരെ ട്രാൻസ്മിഷൻ ലൈൻ MP കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഓർഡർ കിട്ടുകയാണ്. ഇതൊക്കെയാണ് മാർക്കറ്റിൽ ഇന്നത്തെ പൊതുവെ ഉള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതും ഹയർ പിയിലാണ്. മറ്റു മാർക്കറ്റുകളെ പോലെ മറ്റു മാർക്കറ്റുകൾക്കൊപ്പം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള ഇൻവെസ്റ്റേഴ്സ് ഹയർ ലെവലിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഒപ്പം നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും നല്ലത്. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു പക്ഷേ 3000 ക്രോസ് ചെയ്തേക്കാം. കാരണം ജിയോ ഫൈനാൻഷ്യൽ സർവീസ് ലോഞ്ച് ചെയ്യുന്നതോടുകൂടി ഒരു പക്ഷേ ജിയോ ഫൈനാൻഷ്യൽ സർവീസും 350-400 ലെവലിലേക്ക് മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം NVIDIA ആയിട്ട് ടൈപ്പ് ഉള്ള കമ്പനികൾ ഇന്ത്യയിലുണ്ട്. റിലയൻസ് ഉണ്ട്, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, TCS ഒക്കെ ഉണ്ട്. ഇതിൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ 2000 ക്രോസ് ചെയ്ത് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം റിലയൻസ് ഒരു പക്ഷേ ഇന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ 3000 രൂപ ഷെയർ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.